ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ റൈഡിന് പോയിട്ടില്ല. ഇന്ന് നമ്മൾ സൈക്കിൾ ക്ലീൻ ചെയ്യുന്ന ദിവസമാണ്. സൈക്കിളിൻ്റെ ചെയിനും സൈക്കിൾ മൊത്തമായിട്ട് ഇപ്പോൾ വാഷ് ചെയ്യുന്ന ദിവസമാണെന്ന്. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലും ഞാനത് സാധാരണ ചെയ്യാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ചെയിനിലുള്ള ഓയിൽ കളയാൻ വേണ്ടിയിട്ട്, ഗ്രീസ് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഡീസലാണ്. നമുക്ക് സാധാരണ കിട്ടുന്ന ഡീസലാണ്. അപ്പോൾ ഡീസൽ ഉപയോഗിച്ച് ഇതിലേക്ക് ഡ്രോപ്പ് ഒഴിച്ച് ഒന്ന് ജസ്റ്റ് കറക്കി കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലായിടത്തേക്കാവും. അപ്പോൾ ഓയിൽ അതിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങും. ഇനി അങ്ങനെ പോകാത്ത ഓയിൽ നമുക്ക് 2 ബ്രഷ് ഇതുപോലെ 2 സൈഡിലും വെച്ചിട്ട് ഒന്ന് കറക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിലിരിക്കുന്ന ഓയിലെല്ലാം പുറത്തേക്ക് വരും. ഇനി നമുക്ക് ഇളകിയ ഓയിലെല്ലാം ഒന്ന് തുടച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പഴയ തുണി എടുക്കാം. എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് കറക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ തുണിയിൽ ബാക്കിയുള്ള ഓയിലെല്ലാം പറ്റിക്കോളും. ഇനി നമുക്ക് അതിലുള്ള മണ്ണും ചെളിയൊക്കെ കളയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സോപ്പ് കലക്കിയിട്ട്, അപ്പോൾ ഇത് പ്രില്ല് യൂസ് ചെയ്തിട്ട് പ്രില്ലിൻ്റെ 2 ഡ്രോപ്പ് എടുത്തിട്ട് നമുക്ക് വെള്ളത്തിൽ കലക്കിയിട്ട് ഒന്ന് പതപ്പിച്ച് ഇതിലേക്കൊന്ന് ബ്രഷ് കൊണ്ട് പിടിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ബ്രഷ് കൊണ്ട് പിടിപ്പിക്കാൻ പ്രയാസമാണെങ്കിൽ നമുക്കിങ്ങനെ ഈ പാത്രം ഇങ്ങനെ വെച്ചിട്ട് ഉള്ളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കറക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ആയിക്കോളും. അപ്പോൾ ഇങ്ങനെ ഒന്ന് കറക്കി കൊടുത്താൽ എല്ലാ ഭാഗത്താവും. പിന്നെ ആ ബ്രഷ് വെച്ചിട്ട് 2 സൈഡും പിടിച്ചിട്ട് ഒന്ന് കറക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിലുള്ള ചെളിയും മണ്ണൊക്കെ ഇങ്ങനെ ഇളകി വന്നോളും. ഇനി ഒന്നുകൂടി വെള്ളം ഉപയോഗിച്ച് ഒന്ന് വാഷ് ചെയ്ത് ഒന്ന് തുടച്ചെടുക്കുക. ഇനി നമുക്ക് സൈക്കിൾ മൊത്തമായിട്ടൊന്ന് കഴുകിയിട്ട് വന്നിട്ട് ഇത് ഉണങ്ങിയ ശേഷം നമുക്ക് ചെയിൻ ലൂബ് ഇതിലേക്ക് ഒഴിക്കാം. അപ്പോൾ സൈക്കിൾ തുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിപ്പോൾ ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിനി ചെയിൻ ലൂബ് ഇതിലേക്ക് ഒഴിക്കാം. ചെയിൻ ലൂബിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ടൈൽ മെഷീനിൽ ഒഴിക്കുന്ന ഓയിലാണ്. നിങ്ങൾ ഇത് തന്നെ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ഇത് ഉപയോഗിച്ചും വേണമെങ്കിൽ ചെയിൻ ലൂബ് ചെയ്യാം. പക്ഷേ ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാഴ്ച മാത്രമേ ഇതിൻ്റെ വാലിഡിറ്റി ഉള്ളൂ. അത് കഴിയുമ്പോഴേക്ക് ആ ഓയിലൊക്കെ അങ്ങ് പോകും. അപ്പോൾ അതുകൊണ്ട് ആഴ്ചയിൽ ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഇത് യൂസ് ചെയ്യാം. ഞാൻ എല്ലാ ആഴ്ചയും ക്ലീൻ ചെയ്യാറുണ്ട്. ഇങ്ങനെ ഡ്രോപ്പായിട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ കറക്കി കൊടുത്തു കഴിഞ്ഞാൽ ചെയിനിൻ്റെ എല്ലാ ഭാഗത്തും ആയിക്കോളും. അതുപോലെ തന്നെ നമ്മുടെ ക്രാങ്കും കാസറ്റും ക്ലീൻ ചെയ്യാൻ മറക്കരുത്. അതും ക്ലീൻ ചെയ്തിട്ട് അതിലേക്കും നമ്മളിങ്ങനെ ലൂബ് ചെയ്ത് കൊടുക്കുക. ഞാൻ യൂസ് ചെയ്ത മെത്തേഡ് തന്നെ നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ഇങ്ങനെയും വേണമെങ്കിൽ ക്ലീൻ ചെയ്യാം. അല്ലെങ്കിൽ കാശ് കൊടുത്ത് നമുക്ക് നല്ല പൈസയുള്ള ചെയിൻ ലൂബും ചെയിൻ ക്ലീനറൊക്കെ വാങ്ങിച്ചിട്ട് അത് യൂസ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്രഷ് അവൈലബിൾ ആണ്. അതൊക്കെ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാം. ഞാൻ ചെയ്ത മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യില്ല, പക്ഷേ ഇങ്ങനെ ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.